എവിടാ നിക്കുന്നറിയോ? ഇല്ല. ഇങ്ങോട്ടൊന്ന് നോക്കിയേ, വായിച്ചു നോക്കിയേ. ഗവൺമെന്റ് കോളേജ് കട്ടപ്പന. ഗവൺമെന്റ് കോളേജ് കട്ടപ്പന എന്ന് പറഞ്ഞാൽ എന്നാ സംഭവം അറിയാമോ? പ്രഗത്ഭരായ കുറെ വ്യക്തികൾ പഠിച്ച കോളേജാണിത്. അമ്മ ഇവിടെ പഠിച്ചതെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ നിങ്ങൾ ചിലപ്പോ ഇവിടെ പഠിക്കേണ്ടി വരുമോ? എന്റെ കോളേജാട്ടോ. അടിപൊളി കോളേജ്. ഇവിടെ പഠിച്ചേ. എടാ ഇവിടെ പണ്ടേ ഇവിടെ കുറെ പഠിച്ച കൂട്ടുകാരനാണ് ഇവിടെ ഒരു ഇത് വെച്ചു, റിയൂണിയൻ. ഇപ്പോൾ എന്നെ കൊണ്ട് കോരിത്തോട്ടി നിന്ന് വണ്ടിയും കൊണ്ട് ഇവിടെ വന്നിട്ട് എന്നെ കൂട്ടാതെ ഇവിടെ തന്നെ കയറി. അപ്പൊ ഞാൻ പറഞ്ഞു റിയൂണിയൻ അത്രയും പൈസയും മുടക്കി ഡീസൽ പഠിച്ച് വന്ന ഞാൻ ആരായി? കുറെ അവര് കൂട്ടുകാരെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്കും കുറെ പെമ്പിളേരും അമ്പിളേരും എല്ലാം. അതിന് പകരം ഞങ്ങള് +2 റിയൂണിയൻ വെച്ചപ്പോ കൊണ്ടുപോയില്ലേ? വെച്ചപ്പോ എന്നെ കൊണ്ടുപോയി കേട്ടോ. അവിടെ ചെന്ന് ഞാൻ വെളി വണ്ടിക്കകത്തിരുന്നു, ഇവരെല്ലാം കൂടെ പഠിച്ച ക്ലാസ്സിനകത്തൊക്കെ കയറിയിരുന്നു. അല്ല, അവിടെ വന്നപ്പോ എല്ലാരും കൂടെ ഉപയോഗിച്ചായിരുന്നു. എല്ലാരും കൊള്ളായിരുന്നു. നമ്മുടെ ഇപ്പൊ ഈ കട്ടപ്പന ഗവൺമെന്റ് കോളേജിലെ ഈ കോളേജിന്റെ അകത്തോട്ട് കയറി പോണേ, പക്ഷെ ഇന്ന് കയറി പോകാൻ പറ്റത്തില്ലല്ലോ, സമയം പോയല്ലോ. മേലോട്ട് നല്ല ഫുൾ പുൽമേട്, നല്ല ഭംഗിയാണ്. കേറാൻ പറ്റുമല്ലായിരിക്കും. ഞങ്ങള് നമ്മുടെ ഇന്നത്തെ യാത്ര കല്യാണത്തണ്ടിലേക്ക്. ഓ, എനിക്ക് ധൃതിയായി. ഇതിനടുത്താവട്ടെ കല്യാണത്തണ്ട്. അപ്പൊ നമുക്ക് കല്യാണത്തണ്ട് വരെ പോയിട്ട് വരാം. നമ്മള് ഗവൺമെന്റ് കോളേജിന്റെ അതിലെ വന്ന് നമ്മള് വെള്ളയാങ്കുടി ജംഗ്ഷൻ വന്നു കേട്ടോ. ഈ വെള്ളയാങ്കുടി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോകണം. ഇതൊരു ലോക്കൽ വഴിയാ കയറി പോകുന്നത് കേട്ടോ. നല്ല കയറ്റമല്ലേ? നല്ല കയറ്റം. ഈ അമ്പലത്തിങ്ക വരെ എനിക്ക് തോന്നുന്നത് അമ്പലത്തിൽ ഈ കയറ്റം കയറി മേളിൽ ചെന്നിട്ട് ഒരു റോഡുണ്ട്, ആ റോഡിൽ നിന്ന് ലെഫ്റ്റ് പോകണമെന്നാണ്. അതെ, കയറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മലയുടെ മേളിലാണ് ചെല്ലേണ്ടത്, അതുകൊണ്ടാ. നല്ല കയറ്റമാ. മെയിൻ റോഡിൽ നിന്ന് ഒക്കെ നമ്മൾ വന്നിട്ടേ, അതായത് ഏതായാലും സ്ഥലം വെള്ളയാങ്കുടി കഴിഞ്ഞ് മുന്നോട്ട് ഒരു 1 കിലോമീറ്റർ വന്നു കഴിയുമ്പോഴത്തേക്കിന് ലെഫ്റ്റിലേക്കാണ് കല്യാണത്തണ്ട് അമ്പലത്തിന്റെ അങ്ങോട്ട് പോകുന്ന വഴി. പക്ഷെ ഇപ്പൊ ഏത് മലയിലോട്ടുള്ള റോഡാണെങ്കിലുവേ റോഡെല്ലാം നല്ലതായതുകൊണ്ട് കുഴപ്പമില്ലല്ലേ? ടാറിംഗ് ഉണ്ട്, ടാറിംഗ് ഉള്ള നല്ല റോഡുകളാ. അതെ അതെ അതെ, നല്ല കയറ്റവും വളവുക കേട്ടോ. മലയുടെ മേളിൽ ചെല്ലണം നമ്മള്. എന്നാ പിന്നെ കയറ്റം കയറി പോയി നോക്കാം. അങ്ങനെ നമ്മൾ ആ വലിയ കയറ്റം കയറി മേളിൽ വന്നു കേട്ടോ. ഇനി ഇവിടുന്ന് ലെഫ്റ്റാ പറയുന്നത്. കല്യാണത്തണ്ട് നിർമ്മല സിറ്റി വലത്തോട്ട് പോയാ കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞ് ഇടത്തോട്ട് പോകാം. ഓക്കെ, വഴി ഇങ്ങനെ വളഞ്ഞ് അങ്ങ് പോവാണല്ലോ ഗോപി. ഇപ്പൊ ചെല്ലുമെന്ന് നോക്കിയിട്ട് ഉടനെ എത്തുന്ന ലക്ഷണം കാണുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ വഴിയാ പോവായിരുന്നെങ്കിൽ ഇപ്പൊ പണ്ടേ ചെന്നേനെ. ഇത് കൊള്ളാം. നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടല്ലേ? നീ നടന്നു പോയ വഴിയുടെ കാര്യമല്ലേ പറഞ്ഞ കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പോ? അതിന്റെ ഇപ്പുറത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഈ ലെഫ്റ്റ് കിടക്കുന്ന വഴി കയറി പോയാ മതിയെന്ന്? ആരും മൈൻഡ് ചെയ്തില്ല. വേറൊരു കാര്യമാ, നടന്നു പോയ വഴിയാ കയറി എങ്ങനെ പോകുന്നതെന്ന് ഓർത്തിട്ടാ ഞങ്ങൾ മൈൻഡ് ചെയ്യാൻ. അല്ല, നടന്നു പോകുന്നത് കോളേജിന്റെ പുറകെ കൂടെ ഒരു ചെറിയ വഴി, നടപ്പ് വഴിയുണ്ട്. അതല്ലാതെ നമ്മള് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കോളേജിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിക്ക് ലെഫ്റ്റിലോട്ട് മേലോട്ട് വഴി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ഈ വഴിയാ കയറി പോന്നേന്ന്. ഇവന്മാർ എന്നോട് പറഞ്ഞു, അമ്മ ഉമ്മ പറയുന്ന കണ്ണടച്ച് കാണിച്ചു. അപ്പൊ നിങ്ങൾ മൈൻഡ് ചെയ്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ നിങ്ങൾക്ക് അറിയായിരിക്കും. ഉമ്മാര് പറഞ്ഞു ചുമ്മാ കണ്ണടച്ച് കാണിച്ചായിരുന്നു. എന്നിട്ടിപ്പൊ എന്നായി? അതുകൊണ്ട് എത്ര ദൂരം കറങ്ങേണ്ടി വന്നു? അപ്പൊ ഏതായാലും നമ്മള് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കാന്ന് തോന്നുന്നു കേട്ടോ. എത്താറായെന്ന് തോന്നുന്നു. കുഴപ്പമില്ല കേട്ടോ, നല്ല വഴിയാ. ഞങ്ങള് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങള് കുറച്ച് സമയമൊക്കെ കിട്ടുമ്പോ 2 പേരുടെ ഒക്കെ അപ്പൊ സമരം ഉണ്ടല്ലോ. ഈ ഗവൺമെന്റ് കോളേജ് ആയതുകൊണ്ട് മിക്കവാറും സമരം കാണും. ആ സമയത്ത് 2 പേരുടെ ഒക്കെ അടുപ്പിച്ച് കിട്ടുമ്പോ ഞങ്ങൾ എല്ലാരും കൂടെ പോവായിരുന്നു. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലേ? നമുക്ക് അവിടെ നിന്ന് കേറിയിട്ട് അമ്പലത്തിങ്ങ പോയാലോ? കുറച്ച് നടന്നു പോയാൽ മതി. അങ്ങനെ നമ്മള് കല്യാണത്തണ്ട് അമ്പലത്തിന്റെ അവിടെ എത്തി കേട്ടോ. ഇതിലെ നേരെ അകത്തോട്ട് കയറി. ഞാൻ പറഞ്ഞ വഴി വന്നിരുന്നെങ്കിൽ ആ വരുന്ന വഴി കയറി വന്നേനെ. താഴെ വഴിയൊക്കെ അറിയാറുണ്ടല്ലേ? ഞാൻ പറഞ്ഞ കുറച്ചേ ഉള്ളു, ഇത്ര ദൂരം ഇല്ലാന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മള് താഴേന്ന് പറഞ്ഞതിന് പകരം മേളിൽ കൂടെ കറങ്ങി വന്നു. എന്നാണല്ലോ സംഭവം, സ്ഥലത്തെത്തി. അതെ, മൊത്തം പാറയാ കേട്ടോ. ഫുള്ള് പാറയാ. പാറയെ കൂടെയാണ് നമ്മളിപ്പോ പോകുന്നത്. റോഡ് ഇതൊരു വലിയ പാറയാ. അതെ, ഞാൻ എത്രയോ വർഷങ്ങളായി വന്നിട്ട്. ഒത്തിരി നാളായല്ലേ? ഇവിടെ നിന്നാ കട്ടപ്പനയുടെ ഒരു ഫുൾ വ്യൂ കാണാം. അല്ലേ? കട്ടപ്പന കാണാം, പിന്നെ ഇടുക്കി വെള്ളം കയറി കിടക്കുന്നേ അത് കാണാം. ഒത്തിരി ഏരിയ കാണാം. ഇത്രേ ഉള്ള ഭൂമിയായിരുന്നു. നല്ല അടിപൊളി വ്യൂ ആണല്ലോ, നോക്കിയേ. ആ മേഘത്തിനകത്തോട്ട് സൂര്യൻ കയറി നിൽക്കുക. ആൾക്കാർ ഒത്തിരി പേര് വന്നിട്ടുണ്ട് കേട്ടോ. ആൾക്കാരുണ്ട്, പക്ഷെ ഇപ്പൊ വലിയ കുഴപ്പമില്ലെന്ന് തോന്നേ.
കാറ്റുള്ള സമയത്ത് ഭയങ്കര കാറ്റായിരിക്കും. നമ്മള് കാറ്റാടിപ്പാടത്ത് പോയി നിൽക്കുന്ന പോലെ കാറ്റ് വരും. ഇവിടെയാണ് നിങ്ങൾ കോളേജിൽ നിന്നൊക്കെ ടൂർ വന്നുകൊണ്ടിരുന്ന കല്യാണത്തണ്ടമ്പലം അല്ലേ? അതെ, നല്ല ഭംഗിയല്ലേ? നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല അടിപൊളി കാറ്റ്. 2 വ്യൂ ആട്ടോ. ആ സൈഡിലേക്ക് കട്ടപ്പനയുടെ വ്യൂ, ഈ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മറ്റേ ഇടുക്കി ഡാമിലെ വെള്ളം കയറി കിടക്കുന്ന വ്യൂ കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കേട്ടോ. ഈ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനുമേ നമ്മള് സൂര്യാസ്തമയവും അല്ലേ? കഴിഞ്ഞ ദിവസം പോയി നമ്മള് വെള്ളത്തിന്റെ അടുത്ത് പോയി നിന്നില്ലേ കുഞ്ഞി? കണ്ടോ വെള്ളം കയറി കിടക്കുന്നുണ്ടോ? കണ്ടോ? അടിപൊളി വ്യൂ. നമ്മള് താഴെ നിന്നപ്പം പറഞ്ഞില്ലേ നിന്റെ മേളുവശ കല്യാണത്തുണ്ടെന്ന് പറഞ്ഞില്ലേ? വളരെ മനോഹരമായ സ്ഥലം അല്ലേ? അതെ, അങ്ങോട്ടൊരു വ്യൂ പോയിന്റ് എന്നും പറഞ്ഞു കാണിച്ചില്ലായിരുന്നോ? അതാന്ന് തോന്നുന്നു ആ മലയുടെ അതിന്റെ മേളിൽ ആൾക്കാർ കയറി നിൽക്കുന്നത് കേട്ടോ. നമുക്ക് അമ്പലത്തിന്റെ അവിടെ വരെ പോയിട്ട് വരാം. അമ്പലത്തിന്റെ കുറച്ചല്ലേ ഉള്ളൂ ആ കാണുന്ന, പക്ഷെ അത് പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. വർക്ക് ഫുൾ ആയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? പാർട്ടി അല്ലേ? എങ്ങനെയാ വരുന്നേ? നടന്ന് അല്ലേ? എന്നാ കാണിച്ചിട്ടാ വരുന്നേ? കോളേജിലെ 2 മണിക്കൂർ 2 പീരീഡ് ഒക്കെ സമരം വരും. എന്നും വരുവോ? എന്നും അല്ല, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉള്ളപ്പോഴൊക്കെ. ഗവൺമെന്റ് കോളേജ് ഫുള്ള് സമരമായിരുന്നു ഇപ്പോഴും അങ്ങനെയാണോ? ഇപ്പോഴും അങ്ങനൊന്നുമില്ല, അറിയത്തില്ല. ഞാൻ പോയി ചേരാനായിരുന്നു. സമരം ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കി ഇങ്ങനെ നടക്കത്തില്ലേ? കിട്ടത്തില്ലേ? ഈ മലയുടെ മേളിലാണ് അമ്പലം പണിതേക്കുന്നത് കേട്ടോ. ഇവിടെ പണ്ട് വനവാസ കാലത്ത് ശ്രീരാമനും സീതാദേവിയൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നല്ല വ്യൂ ആണ്, നല്ല അടിപൊളി. ഇത്രയും പൊക്കത്തിരിക്കുന്നോണ്ടാ. ഈ അമ്പലത്തിന്റെ ചുറ്റിനുമേ ഉള്ള സ്ഥലങ്ങൾ നല്ല അടിപൊളി മനോഹരമായ സ്ഥലങ്ങളാണ് കേട്ടോ. വണ്ടി വരുന്ന സ്ഥലം ഏതാന്ന് മനസ്സിലായോ? വെള്ളയാംകുടി അല്ല, ആ വണ്ടി വരുന്ന എവിടാന്ന് മനസ്സിലായോ? ഇല്ല, അത് കക്കാട്ടുകടയാ. ഓ ശരിയാ, കക്കാട്ടുകടയിൽ നിന്ന് നമ്മൾ കാണുന്ന സ്ഥലമാണ് ഇതല്ലേ? ശരി, അവിടുത്തെ ആ ഹോട്ടലൊക്കെ ഹോട്ടലിന്റെ അവിടെ വളവിന്റെ അവിടെ കാണുന്നത്. അവിടുത്തെ നേരെ നമ്മൾ കട്ടപ്പന വന്നിട്ടാണ് കയറി വന്നത്. അപ്പൊ അങ്ങേ സൈഡ് കൂടെ പോയി നോക്കി കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും. എവിടെ എല്ലാം കാണാന്ന് അല്ലേ? അവിടെ ഈ ഒരു പാറയുടെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ എന്തേറെ സ്ഥലം കാണാം അല്ലേ? അതെ, ആ റോഡ് പോകുന്ന എനിക്ക് തോന്നുന്നത് പള്ളിക്കവലൊക്കെ ആയിരിക്കും. അത് പള്ളിക്കവല കാണുന്നത്. അവിടെ തൊട്ട് അതിന്റെ അപ്പുറത്ത് കണ്ടോ കൊറേ ബിൽഡിംഗ്, അതൊക്കെ എവിടെ ആയിരിക്കും അല്ലേ? ലബക്കട സൈഡൊക്കെ ആയിരിക്കും. ഇനി രാമന്റെ ഒക്കെ വീടാണോ? ഇതേ ഇപ്പൊ കുഴപ്പമില്ലല്ലേ? മഴയൊക്കെ ആണെങ്കിൽ ഫുള്ള് മഞ്ഞ് കയറി മൂടുവേ. ഇപ്പൊ നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് കാറ്റ് കൂടുതലുണ്ട് എന്നല്ലാതെ കുഴപ്പമില്ല. കണ്ടോ, ഇവിടുന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ കട്ടപ്പനയുടെ ഫുൾ വ്യൂ കാണാം. കട്ടപ്പനയുടെ അമ്പലം പണിയാൻ കൊണ്ടുവന്നതല്ലോ, നല്ല മനോഹരമായ കാഴ്ച. കല്ലിന്റെ ഇത് കണ്ടോ, ഇനി കല്ലുകളൊക്കെ കണ്ടോ? ഈ കുന്നിന് മേളിൽ നിന്ന് കഴിഞ്ഞാൽ കട്ടപ്പനയുടെ നല്ല ഫുൾ വ്യൂ, മനോഹരമായ വ്യൂ ആണ് കേട്ടോ. ചുറ്റിനും കാണാം. ഇതിന് ചുറ്റിനും ഇങ്ങനെ കണ്ടോ, ഈ സൈഡ് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്കിനും ഈ ഭാഗം കണ്ടോ, ആ ഭാഗം ഇടുക്കി ഡാമിലെ വെള്ളം കയറി കിടക്കുന്നു. ഒരു സൈഡ് കട്ടപ്പനയുടെ. വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും നല്ല തണുത്ത കാറ്റും വരാൻ. അതെ, അല്ലെങ്കിൽ വെയിലാകുമ്പോൾ നിൽക്കാൻ പറ്റത്തില്ലല്ലോ, ഭയങ്കര ചൂടായിരിക്കും. ഇത് കണ്ടോ, പാറ കണ്ടോ, പിന്നെ ക്ലീൻ പാറയാന്നുണ്ടോ? ഫുള്ള് നല്ല രസമുണ്ട്. സ്ഥിരമായിട്ട് ആൾക്കാരൊക്കെ വരുന്നതുകൊണ്ടേ പാറയും പുൽമേടുമാണ്. മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. മഴയുള്ളപ്പോഴാണ് നല്ല പച്ചപ്പായിട്ട് നിൽക്കും. ഇവിടെ വെയിലായോണ്ട് ഇവിടെ നിന്നാ കണ്ടോ കട്ടപ്പനയിലെ ഏറ്റവും പൊക്കമുള്ള ഗുരുദേവ മന്ദിരം കണ്ടോ? അതെ, കാണാൻ പറ്റുമോ ഇനി? അത് കണ്ടോ, നേരെ കണ്ടോ? അതാണ്. ഇപ്പം പുതിയ ബിൽഡിങ്ങുകളൊക്കെ വരുന്നത് പൊങ്ങിയാ വരുന്നത്. നേരത്തെ ഏറ്റവും കൂടുതൽ പൊക്കം ഉണ്ടായിരുന്നത് ഗുരുമന്ദിരത്തിനായിരുന്നു. കണ്ടോ, സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതിന്റെ നല്ല അടിപൊളി മനോഹരമായ വ്യൂ ആണ്. ഓരോ ദിവസം നമ്മൾ ഓരോരുത്തർക്ക് നിന്നാണല്ലോ സൂര്യാസ്തമയം കാണുന്നത്. ഇന്ന് ഇവിടെ നിന്ന് കാണാം അല്ലേ? അമ്പലത്തിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചുറ്റുമതിലും എല്ലാം പണിതുകൊണ്ടിരിക്കുന്നതേ ഉള്ളേ. നേരത്തെ ഒരു ചെറിയ അമ്പലം ഉള്ളായിരുന്നു, ഇപ്പം പുതുക്കി പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ഭജനയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ വൈകുന്നേരം. പക്ഷെ ഇവിടെ അടുത്തെല്ലാം ഒത്തിരി വീടുകളുണ്ട്. ഇവിടുത്തെ വ്യൂസ് ഒക്കെ നല്ലതുണ്ട്. അവിടുത്തെ ആ വെള്ളവും കണ്ടോ, ഇവിടെ നിന്ന് നോക്കുമ്പോ ആ വെള്ളം കയറിയിരിക്കുന്നത് കറക്റ്റ്. ഇത് ഏതെല്ലാം ഷേപ്പിലാ അല്ലേ? മലകള് വെള്ളം കയറി കിടക്കുന്നതേ. ആ ഒരു കൊറേ ദ്വീപുകളും തുരുത്തുകളും നല്ല കാഴ്ചകളായിരുന്നല്ലേ? പിന്നെ വെയില് വരുന്നത്
അത് ഇത്രയും മലമുകളിലായതുകൊണ്ട് ആ. സൂര്യൻ അസ്തമിക്കുന്നതും ഉദിക്കുന്നതും ഒക്കെ കാണാൻ നല്ല രസമാണ്. അതെ കാണാം. എന്തേ ഏരിയ ഈ പുൽമേടും പാറയൊക്കെ ഉള്ളതല്ലേ. ഇഷ്ടം പോലെ ആളുകളും വരുന്നുണ്ട്. ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പൊ പിന്നെ എല്ലാ ആൾക്കാരിങ്ങനെ പോയി കാണുന്നുണ്ടല്ലോ ഓരോ സ്ഥലങ്ങളും. നേരത്തെ ആരും പോകല, അറിയത്ത് പോലും ഇല്ലല്ലോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടെന്നൊക്കെ. ഇങ്ങനെ ചില സ്ഥലങ്ങളൊക്കെ വന്ന് കണ്ടങ്ങ് പോവല്ലേ ഉള്ളൂ. വലിയ അറിയുന്ന സ്ഥലങ്ങള്, അറിയപ്പെടാതെ എന്തേലും സ്ഥലങ്ങളുണ്ട്. എല്ലാം പോയി കണ്ടു. അതെ, വലിയ ദൂരമല്ലാത്ത ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം നമ്മളിപ്പം ഏകദേശം തീരാറായെന്ന് തോന്നുന്നു. നമ്മളതിനെങ്ങ പോയാ നമ്മൾ ആകപ്പാട് ഈ അടുത്തടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളല്ലേ. അതാ പറഞ്ഞ അടുത്ത സ്ഥലങ്ങളൊക്കെ തീരാറായെന്ന് തോന്നുന്നു. ഇനി അവിടെ ഒരു കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്, പ്രതിമ. അതുകൂടെ കണ്ടു. ശിവന്റെ അമ്പലത്തിന്റെ ഫ്രണ്ടിലായിട്ടേ ഒരു ശില്പം പണിതിട്ടുണ്ട്, മഹാദേവന്റെ ഒരു ശില്പം പണിതിട്ടുണ്ട്. ഇതിപ്പോ കഴിഞ്ഞ ദിവസമാണ്, പണി കഴിഞ്ഞതേ ഉള്ളൂ. അമ്പലത്തിലോട്ട് കയറി വരുന്ന വഴിയാണ്. അപ്പോൾ ഇത് പണിതിരിക്കുന്ന ശില്പി എന്ന് പറയുന്നത് വിജിൽ ടി ബാലൻ എന്നാണ്. ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഉദ്ഘാടനം ചെയ്തത് ആരാന്നറിയോ? അനാച്ഛാദനം ചെയ്തത് നമ്മുടെ രാമൻ രാജമന്നാനാണ് കേട്ടോ, നമ്മുടെ കോവിൽമല രാജാവ്. കുഞ്ഞ് സൂര്യൻ മാഞ്ഞു സൂര്യൻ ഇവിടെ അസ്തമിക്കുന്നു. ഞാൻ ഓർത്തു നോക്കിയപ്പോഴത്തേനും ഇത് ആകാശത്ത് ചന്ദ്രനും ഉണ്ട്. അതെന്താണെന്നറിയോ? അപ്പൊ ഇത് രണ്ടും കൂടെ വന്നപ്പോ ഞാൻ സൂര്യന്റെ കാര്യം മറന്നു പോയിട്ട് ഞാൻ ഓർത്തു ആ നിക്കുന്ന വേറെ വല്ലോ പ്ലാനറ്റും ആയിരിക്കും. ആണോ? ഇത് പിന്നെ ഡേ ഡ്യൂട്ടിക്കാര് പോകുന്നതിന് മുമ്പ് നൈറ്റ് ഡ്യൂട്ടിക്കാരെത്തിയല്ലേ. സൂര്യനാണ്ട് അസ്തമിച്ച് താണോണ്ടിരിക്കുന്നു, മാഞ്ഞു പൊക്കോണ്ടിരിക്കുന്നു. കുഞ്ഞെ നാളെ നിങ്ങളെ ഞാനില്ലായിരുന്നു, നിങ്ങളും 4 പേരും കൂടി വന്നില്ലായിരുന്നു നീലക്കുറിഞ്ഞി പൂത്തത് കാണാനായിട്ട്? അത് ഇതിന്റെ ആ സൈഡൊക്കെയാണ് നീലക്കുറിഞ്ഞി പൂത്ത് നിന്നത്. കഴിഞ്ഞ വർഷം അല്ലേ? കഴിഞ്ഞ വർഷം. ഈ സൺസെറ്റ് നല്ല രസമാട്ടോ. അതെ, കാണാൻ. ഞങ്ങളെ എനിക്ക് തോന്നുന്നു അവിടെയാ നീലക്കുറിഞ്ഞി കാണാൻ വന്നേന്ന് തോന്നുന്നു. ആണോ? ഇത് അവിടെ ആ താഴ്വാരം പോലെ അവിടെ ആയിരിക്കും. ഇതെല്ലാം ഒരു എന്നാ പറയുന്ന ഒരു മലയുടെ ഒരു സൈഡ് ഫുള്ളാ. അപ്പൊ അങ്ങോട്ട് ഇന്നലെയും ഇന്നുമായിട്ട് കാണുന്നതെല്ലാം ഓരോരോ മാച്ചിങ് ആയിട്ടുള്ള സ്ഥലങ്ങളാ. അതെ, അതെല്ലാം അടുത്തടുത്ത ഏരിയകളല്ലേ. ഇങ്ങനെ ഓരോ മലയുടെ മേളിൽ പോയി ചെന്ന് നിൽക്കുമ്പോഴേ എത്രയോ ഏരിയകളിലെ കെട്ടിടങ്ങളെന്ന് കണ്ടോ. ഇതൊരു ലൈറ്റ് സന്ധ്യ കഴിയുമ്പോഴാണെങ്കിലേ ലൈറ്റൊക്കെ വന്നു കഴിയുമ്പോഴേക്കും കാണണേ. അത് ഫുള്ള് ലൈറ്റ് മാത്രല്ലേ കാണുള്ളൂ. അപ്പൊ കറക്റ്റ് അറിയാം. അപ്പൊ കറക്റ്റ് അറിയാം ഇവിടെ എല്ലാ ആൾക്കാരുണ്ടെന്നല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.